സുബ്ഹാനല്ലാഹ്, എന്താല സംഭവം! കള്ള് സാപ്പിൻ്റെ പരസ്യത്തിൽ വരെ മുസ്ലിം സ്ത്രീ ഇങ്ങനെ ക്യാഷ് കിട്ടുമെന്ന് അറിഞ്ഞിട്ടില്ലേ? എല്ലാ പരസ്യം എന്ത് ഫുഡ് കിട്ടുമല്ലോ കള്ള് സാപ്പിൽ. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. ഞാനൊന്നും പറയുന്നില്ല, നമ്മുടെ നിയാസ് ഉസ്താദിൻ്റെ വാക്കുകളുണ്ടല്ലോ, ഇത് ഒരാളെ നന്നാക്കാനുള്ള വാക്കുകളാണ്. അങ്ങനെയുള്ള വാക്കുകളെ നിയാസ് ഉസ്താദ് പറയും. കേക്ക് നിങ്ങള്. വെള്ളടി മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നാടൻ ഫുഡൊക്കെ കിട്ടും. സിനിമയിലൊക്കെ കാണുന്ന നാട്ടിൻപുറത്ത് ഒരു കള്ള് ഷാപ്പ് നമ്മുടെ ഏരിയയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ക്യൂരിയസ് ആയിട്ടാണ് നമ്മളവിടെ കയറി. ഇവിടെ വരുന്ന എല്ലാവരും വെള്ളടിക്കാനെന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണ മാറ്റുന്നത്. നല്ല ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒത്തിരി പേര് വരുന്നുണ്ട്. നമ്മുടെ പടച്ചോനെ, ഇനി എന്തെല്ലാം കാണണം. ഒരു മുസ്ലിം പെൺകുട്ടി കള്ള് ഷാപ്പിന്റെ പരസ്യം ചെയ്യുന്ന കാലം. ആ സഹോദരി പറയാ, ഇവിടെ കള്ളു മാത്രമല്ല നല്ല മീൻകറിയും കിട്ടുമെന്ന്. പൊന്നു പെങ്ങളെ, പാൽപായസം കുടിക്കാൻ എത്ര രുചിയുള്ളതാണെങ്കിലും ഒരല്പം വിഷം വീണാ പോരെ അത് ഉപയോഗശൂന്യമാകാൻ. അതുപോലെ തന്നെ ആ കള്ള് ഷാപ്പിൽ മറ്റെന്തെല്ലാം രുചിയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിലും അത് നിർമ്മിച്ചു തന്നെ കള്ള് വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. കള്ള് ഷാപ്പിലെ എല്ലാ വസ്തുക്കളും അതുമായി ബന്ധപ്പെട്ടതല്ലേ സഹോദരി. കള്ള് കുടിക്കൽ മാത്രമല്ല ഹറാം, കള്ള് ചുമക്കലും കള്ളിന് വേണ്ടി പ്രവർത്തിക്കലും കള്ള് ഷാപ്പിലേക്ക് വാഹനം ഓടിക്കലും കള്ളിന്റെ കണക്കെഴുതലും ആ ഹറാമുമായി ബന്ധപ്പെട്ടതിലെല്ലാം കള്ളിന്റെ ഗന്ധമുണ്ട് പെങ്ങളെ. അതൊക്കെ തനിച്ച ഹറാമ് തന്നെയാണ്. താങ്കൾ ചെയ്ത ഈ പരസ്യം പോലും വലിയ ഹറാമിൽപ്പെട്ടതാണ്. മഹത്തുക്കളെ രേഖപ്പെടുന്ന കാണാം, കള്ള കുടിച്ചു നിൽക്കുന്നവന് പണം കടം കൊടുക്കാൻ പാടില്ല, കള്ള കുടിച്ചു നിൽക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഇതുപോലും വിലക്കിയിട്ടുള്ള പരിശുദ്ധമായ ഇസ്ലാമാണ്. അപ്പൊ എത്രത്തോളം കള്ളിനെ ഇസ്ലാം മാറ്റി നിർത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പോലും അത് വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ നാം ഈ ചെയ്യലിലൂടെ ഖുർആൻ എതിരാകലല്ലേ, അള്ളാഹുവിനെതിരാകലല്ലേ, അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയല്ലേ. പെങ്ങളെ ഉപദേശിക്കാൻ ആർക്കും പറ്റും, പക്ഷെ ആ ഉപദേശം കേട്ടു മാറാൻ നല്ല കൽവുള്ളവർക്ക് മാത്രമേ പറ്റൂ. ചെയ്തത് ഹറാമാണ്, പക്ഷെ അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ. അതുപോലെ ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യലാണ് നല്ലത്. നിങ്ങൾ ആ ഒരൊറ്റ പരസ്യം കാരണം ആരെങ്കിലും അവിടെ പോവുകയോ കള്ളു കുടിക്കുകയോ ചെയ്താൽ അതിന്റെ ശിക്ഷയുടെ ഭാരം കൂടി നിങ്ങൾ പേറേണ്ടി വരും. ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു, മാറ്റം വരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നു. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്ര സുന്ദരമായ വാക്കുകൾ കൂടിയിട്ടാണ് നമ്മുടെ നിയാസ് ഉസ്താദ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ചില ആളുകളുടെ ഇങ്ങനത്തെ പ്രവൃത്തി കാണുമ്പോൾ ഇല്ലേ, അതിനെന്ന് വെച്ചാൽ താറടിച്ച് കാട്ടിക്കാനുള്ള പതിവുണ്ട് അവരെ നന്നാക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ നിയാസ് ഉസ്താദ് പറയുന്ന ഓരോരോ വാക്കുകളും ഉണ്ടല്ലോ, അത് എനിക്ക് പറയാൻ അറിയുന്നില്ല, അത്രയ്ക്കും സുന്ദരമായിട്ടാണ് നിയാസ് ഉസ്താദ് പറയുന്ന ഓരോരോ വാക്കുകളും. നന്നായാത്തവർ, തെറ്റ് ചെയ്തവരില്ലേ, ഈ ഉസ്താദിൻ്റെ വാക്ക് കേട്ടിട്ട് ആ തെറ്റ് തിരുത്തിയിട്ട് നല്ലതായ ശരിയായിട്ട് വരും.